ഇന്നത്തെ എൻ്റെ കറി പാവയ്ക്ക പുളിശ്ശേരി കേട്ടോ. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാവേ. അതിനായിട്ട് ഞാൻ മീഡിയം സൈസ് 2 പാവയ്ക്ക എടുത്തേക്കണേ. അപ്പോൾ നമ്മൾ അരിയണതിന് മുമ്പ് നന്നായിട്ട് കഴുകിയെടുക്കണം. ഉപ്പുവെള്ളത്തിൽ തന്നെ കഴുകിയെടുക്കണം കേട്ടോ. പാവയ്ക്കൊക്കെ ഒത്തിരി കീടനാശിനി അടിച്ചാണ് വരുന്നത്, അതറിയാമല്ലോ. അപ്പോൾ നല്ല രീതിയിൽ ഒരു അരമണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ടതിന് ശേഷം കഴുകിയെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ അരിയണത് ഒരു ഇച്ചിരി കട്ടി കൂട്ടി അരിയണം. നമ്മൾ ഇന്നാളെ ഞാനൊരു കറി വെച്ചിരുന്നു പാവയ്ക്ക കൊണ്ട്. അന്ന് അരിഞ്ഞ പോലെ തന്നെ ഇത്തിരി കട്ടി കൂട്ടി. നമ്മൾ വറുക്കാൻ അരിയുന്ന പോലെയല്ല, ഒരു സ്വല്പം കട്ടി കൂട്ടി തന്നെ അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊരു 1 ടീസ്പൂൺ ഉപ്പ് പൊടി, പിന്നെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ നന്നായിട്ട് ഇടാം കേട്ടോ, നിറച്ചിടാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്മണം. ഇന്നാൾ ഞാൻ ചെയ്ത പോലെ തന്നെയാണ് കേട്ടോ. എന്നിട്ടൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. കൈ കൊണ്ട് തന്നെ തിരുമ്മണം. നമ്മൾ സ്പൂൺ കൊണ്ട് തിരുമ്മിയാൽ എല്ലായിടത്തും പറ്റില്ല, അതുകൊണ്ട് കൈ കൊണ്ട് തന്നെ തിരുമാൻ ശ്രദ്ധിക്കണം. ചട്ടി വെച്ചു. പിന്നെ ഒരു 4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണേ. വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി സവാളയും പച്ചമുളകും, ഒരു വലിയ സവാള തന്നെ എടുത്തിട്ടുണ്ടേ. ഒരു വലിയ സവാളയും ഒരു 4 പച്ചമുളകും കൂടി എടുത്തേക്കണേ. അതൊന്ന് ഇട്ട് കൊടുക്കണം. അത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. 1/2 സ്പൂൺ ഉപ്പും കൂടി ഇട്ട് വഴറ്റിയെടുക്കാം. നമ്മൾ പാവയ്ക്കകത്ത് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് കുറച്ച് മതി. പിന്നെ വേണമെങ്കിൽ വീണ്ടും നമുക്ക് പിന്നീട് നോക്കി കറക്റ്റ് ചെയ്യാം. ഒത്തിരി സമയം വഴറ്റണ്ട. ഒന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ അരിഞ്ഞ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന പാവയ്ക്ക ഉണ്ടല്ലോ, അതിട്ട് കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കണം. നന്നായിട്ട് ഇളക്കണം. ഇളക്കിയിട്ട് മൂടി വെച്ച് തന്നെ വേവിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അത് ഇവിടെ ഇരിക്കട്ടെ. പാവയ്ക്ക വേവട്ടെ. ആ സമയത്ത് നമുക്ക് ഒരു അരമുറി തേങ്ങ, ഒരു 1/2 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ അരമുറി എന്ന് പറഞ്ഞാൽ ചെറിയ മുറി മതി കേട്ടോ, ഒത്തിരി വലിയ മുറി വേണ്ട. അതായത് ഒരു 1/2 കപ്പ് തേങ്ങ. പാവയ്ക്ക ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. അത് മറക്കരുത്, അടി പിടിക്കാൻ അനുവദിക്കരുത്. വെള്ളം ഒഴിക്കുന്നില്ല, നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കാണ്ട് ഇങ്ങനെ കുറഞ്ഞ ഫ്ലെയിമിൽ കിടന്ന് തന്നെ വേവണം. അപ്പോൾ അത് പാവയ്ക്കയുടെ കയ്പ്പ് കുറയാൻ നല്ലതാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ടില്ല, നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില എന്തോരം ഇട്ടാലും നല്ലതാണ്. അപ്പോൾ കറിവേപ്പില ഇട്ട് ഒന്നുകൂടെ ഇളക്കി തട്ടിപ്പൊത്തി വേവിച്ചെടുക്കണം. ഫ്ലെയിം കുറച്ചിട്ടാൽ മതി, അപ്പോൾ അടിയിലൊന്നും പിടിക്കില്ല. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാനും ശ്രദ്ധിച്ചാൽ മതി. പാവയ്ക്ക വെന്തിട്ടുണ്ട്. വെള്ളം ഒഴിക്കാണ്ട് തന്നെ വേവിച്ചെടുക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം വേവണില്ലാന്ന് ഓർത്ത് വെള്ളം ഒഴിക്കരുത്. ഒഴിച്ചു കഴിഞ്ഞാൽ ആ പാവയ്ക്കയുടെ കയ്പ്പ് എടുത്തറിയും. ഇങ്ങനെ വേവിക്കുകയാണെങ്കിൽ എത്രയും കയ്പ്പ് അറിയില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയും ജീരകവും കൂടി അരച്ചപ്പോൾ ജീരകം ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ, ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഇത്തിരി കൂടിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അരച്ച് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് ഇച്ചിരി വെള്ളവും കൂടിയൊക്കെ ഒഴിച്ചിട്ട് അരപ്പ് കഴുകി നന്നായിട്ടത് ഒഴിച്ച് കൊടുത്തൊന്ന് തിളയ്ക്കണം. അരപ്പിട്ട് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം ഒരു 1/2 ലിറ്റർ തൈരാട്ടോ ഞാൻ ഒഴിച്ച് കൊടുക്കണേ. 1/2 ലിറ്റർ തൈര് മിക്സിയിൽ അടിച്ചെടുത്തതാണേ. നല്ലൊരു കറിയാട്ടോ പാവയ്ക്ക കറി. പാവയ്ക്ക കൂട്ടാത്തവരും കൂട്ടും ഈ പാവയ്ക്ക, കാരണം കയ്പ്പറിയില്ല. നമ്മൾ വെള്ളം ഒഴിക്കാണ്ട് വേവിച്ചത് കൊണ്ടും പിന്നെ ഈ തൈര് ഇത്രയും ചേർക്കുന്നതുകൊണ്ടും. തൈര് ഒത്തിരി പുളി, ചെറിയ പുളി വേണം തൈരിന്, ഒട്ടും പുളി ഇല്ലാണ്ടാവരുത്. തൈരൊഴിച്ച് കറി ഒത്തിരി തിളയ്ക്കരുത്. ചെറുതായിട്ട് ചൂടായി വരുമ്പോൾ തന്നെ സ്റ്റൗ ഓഫാക്കണം. അതിന് ശേഷം കടുക് വറുക്കണം.
അതിനിടയ്ക്ക് ഉപ്പൊക്കെ കറക്റ്റ് ചെയ്യണം കേട്ടോ. ഉപ്പൊക്കെ നോക്കി കറക്റ്റ് ചെയ്യണം. പാവയ്ക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പാവയ്ക്ക് ഒരു കയ്പ്പുണ്ടാവും പാവയ്ക്കല്ലേ, ചെറിയ രീതിയിൽ. ഇങ്ങനെ നമ്മൾ വെള്ളം ഒഴിക്കാണ്ട് വേവിച്ചുകൊണ്ട് കയ്പ്പുണ്ടാവില്ല. ഇനി നമുക്ക് കടുക് വറുക്കാം. കടുക് വറുക്കാനായിട്ട് 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. കടുക് 1 ടീസ്പൂൺ. കടുക് പൊട്ടി വരുമ്പോൾ ഒരു 1 ടീസ്പൂൺ തന്നെ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടി കഴിയുമ്പോൾ നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ആയിട്ടുണ്ട്. നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മോരിന് കടുക് വറുക്കുന്ന പോലെ തന്നെ ഉലുവ ഇടണം കേട്ടോ. ഉലുവ ഇട്ട് വേണം കടുക് വറുക്കാനായിട്ട്. കടുകും ഉലുവയും വറ്റൽമുളകും കറിവേപ്പിലയും എല്ലാം ഇട്ട് കടുക് വറുത്തു. ഇതാ കറിയായിട്ടുണ്ടേ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. കാരണം പാവയ്ക്കയുടെ കയ്പ്പ് അങ്ങനെ അറിയുന്നില്ല. നമ്മൾ തൈര് ഒഴിക്കുന്നുണ്ടല്ലോ, തൈര് ഒഴിക്കുന്നതുകൊണ്ടും പിന്നെ വെള്ളം ഒഴിക്കാണ്ടല്ലേ പാവയ്ക്ക, അങ്ങനെ തന്നെ വേവിച്ചെടുക്കണം. അപ്പോൾ കയ്പ്പ് അങ്ങനെ അറിയില്ല. എന്തായാലും ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുതേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഓക്കെ, താങ്ക് യു.